ഇന്ന് നമ്മളപ്പോൾ ലങ്കാവി ഐലൻഡാണ് കേട്ടോ കവർ ചെയ്യാൻ പോകുന്നത്. ഈ ലങ്കാവി ഐലൻഡ് എവിടെയാണെന്ന് അറിയാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ പറഞ്ഞുതരാം. മലേഷ്യയിൽ നിന്ന് ജസ്റ്റ് ഒരു 1 hour ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ. 1 hour പ്ലെയിനിൽ ട്രാവൽ ചെയ്തിട്ടാകുമ്പം നമുക്ക് എത്തുന്ന ഒരു ഐലൻഡാണ് ഈ ഒരു ലങ്കാവി ഐലൻഡ്. പൊതുവേ നമ്മളിപ്പോൾ മലേഷ്യയിൽ പോകുന്ന ടൈമിൽ ഒരു ഓപ്ഷൻ എല്ലാവരും എടുക്കുന്നത് സിംഗപ്പൂരാണ് കേട്ടോ. സിംഗപ്പൂർ മലേഷ്യയിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു 4 to 5 hours ജേർണി ബസ്സിൽ പോകുകയാണെങ്കിൽ സിംഗപ്പൂർ ഫുൾ ഐലൻഡ് തന്നെയാണ് കേട്ടോ. ഞാൻ ഓരോരോ പ്ലേസസ് ആയിട്ട് കവർ ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ കാണിക്കാൻ പോകുന്നത് ഒരു ക്രൂസ് റൈഡാണ് കേട്ടോ. അതായത് ലങ്കാവിയിൽ എന്തായാലും മസ്റ്റായിട്ടും കവർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ പോകേണ്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു ക്രൂസ് റൈഡ് തന്നെയാണ് കേട്ടോ. ഇതൊരു ക്രൂസാണ്. അപ്പോൾ ഈ ക്രൂസ് ശരിക്കും പറഞ്ഞാൽ 4 ഫാമിലീസിൻ്റെ ഒരു ക്രൂസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻസൈഡ് വ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം, എങ്ങനെയാണ് ഇവരുടെ സെറ്റപ്പ് എന്നൊക്കെ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന്. ഏകദേശം അവിടുത്തെ ഒരു ടൈം 3:54 PM നമ്മൾ കയറിയത്. മലേഷ്യൻ ടൈം 4:50 PM. നൈറ്റ് ഫുൾ ഇവിടെ തന്നെയായിരുന്നു കേട്ടോ. ഫുഡും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്സും ഡിന്നറും എല്ലാം ഇവിടെ. അതുപോലെ തന്നെ കുറച്ച് വാട്ടർ സ്പോർട്ട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. ഫ്ലൈ ബോർഡിങ്, അതുപോലെ തന്നെ കയാക്കിങ്, പിന്നെ അതുപോലെ തന്നെ സ്വിമ്മിങ് ഓപ്ഷൻ അവൈലബിൾ ആണ് കേട്ടോ. വേണ്ടവർക്ക് സ്വിം ചെയ്യാം, കാരണം ഈ ഒരു ക്രൂസ് മിഡിലിൽ നിൽക്കും. അപ്പോൾ ആ ടൈമിലാണ് ഈ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നത്. പിന്നെ ഈ വീഡിയോസ് ഒന്നും ഞാനൊരു വ്ളോഗിൻ്റെ ഫോർമാറ്റിൽ എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് പ്ലേസസ് മാത്രം കാണിക്കുകയാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ പോകേണ്ടവർക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. അതുകൊണ്ട് ഒരു വ്ളോഗ് എക്സ്പെക്റ്റ് ചെയ്യരുത്. ജസ്റ്റ് പ്ലേസസ് മാത്രം കാണിച്ചിട്ട് പോവാം. ലങ്കാവി പോകുന്ന ടൈം ഫുഡ് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഇന്ത്യൻസിന് എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് തോന്നിയിട്ടില്ല. കാരണം നിങ്ങൾക്ക് ഈ കാണുന്ന ഫുഡ് തന്നെയാണ് നമുക്ക് അവിടുന്ന് സെർവ് ചെയ്തത്. ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, അതുപോലെ തന്നെ എന്താ പറയുക, പ്രോൺസ് ഉണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈ, അങ്ങനെ നമ്മൾ നോർമൽ കഴിക്കുന്നത് തന്നെയാണ്. ടേസ്റ്റ് കുറച്ചൊക്കെ വ്യത്യാസമുണ്ട്. ബട്ട് എന്തായാലും നമുക്ക് ഇന്ത്യൻസിന് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഫുഡൊന്നും അല്ല കേട്ടോ. കഴിക്കാനൊക്കെ പറ്റുന്ന ഫുഡ് തന്നെയാണ് ക്രൂസിന് സെർവ് ചെയ്തത്. അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് തിങ് ആ സൺസെറ്റ് വ്യൂ ആണ് കേട്ടോ. ഇതിന് നമ്മൾ ക്രൂസിൻ്റെ മുകളിൽ കയറിയിട്ടാണ് ഈ ഒരു സൺസെറ്റ് വ്യൂ ഫുള്ള് കാണുന്നത്. ആ ടോപ്പ് വ്യൂ ഫുള്ള് നമ്മൾ ഉള്ളിൽ സ്റ്റെയർ ഉണ്ട്. സ്റ്റെയർ അങ്ങനെ കയറിയിട്ട് ഇവിടെ ഇരുന്നിട്ടാണ് ആ സൺസെറ്റ് വ്യൂവും കാര്യങ്ങളൊക്കെ കാണുന്നത്. ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്യും കേട്ടോ പോയിട്ട്. പിന്നെ ഇത് ജസ്റ്റ് റൂം ടൂറാണ് കേട്ടോ. ആ ക്രൂസ് റൈഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മൾ സ്റ്റേ ചെയ്ത റൂമിൻ്റെ കുറച്ച് വിഷ്വൽസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അതും കൂടി ഒന്ന് കാണിച്ചു തരാം. ഈ റൂം ടൂർ കാണിച്ചുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ലങ്കാവിനെ കുറിച്ച് പറയാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. ശരിക്കും ആ സിറ്റി ലൈഫിൽ നിന്ന് മാറിയിട്ടൊരു ഗ്രാമങ്ങൾ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു സെറ്റപ്പാണ് കേട്ടോ ഈ ലങ്കാവി ഐലൻഡ് എന്ന് പറയുമ്പോൾ. ഫുൾ ഗ്രീനറിയും മലേഷ്യ പോലെയല്ല. അതായത് മലേഷ്യയിൽ നമ്മൾ കാണുന്നത് ഫുൾ സിറ്റിയാണ്. നമ്മൾ എങ്ങോട്ട് നോക്കിയാലും ബിൽഡിങ്സും അങ്ങനെയാണ്. നിങ്ങളിപ്പം സിംഗപ്പൂർ അവിടെ നിന്ന് പോയാലും അതേ സെറ്റപ്പ് തന്നെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ലങ്കാവി ഐലൻഡ് ഓപ്റ്റ് ചെയ്തത് കേട്ടോ. സിംഗപ്പൂർ എടുക്കുന്നവരുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ലങ്കാവി ഐലൻഡ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. മലേഷ്യ പോകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു 2 to 3 days എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ ഒരു പ്ലേസും കൂടി ഒന്ന് കവർ ചെയ്യണം. അതുപോലെ തന്നെ റൂമിൽ നിന്നുള്ള നൈറ്റ് വ്യൂ ആണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ കണ്ടത് ആ ഒരു ഈവനിങ് വന്നിട്ടാകുമ്പോഴുള്ള വ്യൂവും. പിന്നെ ഞാനിവിടെ ഇപ്പോൾ സൂം ചെയ്ത് കാണിക്കുന്നത് ഇവിടുത്തെ ഒരു നമ്മൾ പോകാൻ പോകുന്നൊരു ഡെസ്റ്റിനേഷൻ തന്നെയാണ് കേട്ടോ. മഹാ ടവർ എന്ന് പറയും. ശരിക്കും ഒരു നമ്മുടെ പാരീസിലെ ഐഫിൽ ടവർ പോലെയൊക്കെ ഉണ്ട് കാണാനല്ലേ ഇവിടുന്ന്. പിന്നെ ഇത് നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ എന്താ പറയുക, പൂൾ വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് ഞാൻ അതും ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് കാണിക്കാമെന്ന് വെച്ചു. ഈ കാണുന്നത് മൈനയാണ് കേട്ടോ. ഇവിടെയും മൈനകളൊക്കെ ഉണ്ട്. ഡെസ്റ്റിനേഷനിലേക്കാണ് ഞാൻ ഇനി അടുത്ത് കാണിക്കാൻ പോകുന്നത്. അതായത് ലങ്കാവിയിലെ സ്കൈ ക്യാബാണ്. കാരണം ഇവിടെ ഒരു ഹോൾ ഡേ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യേണ്ടത്. സ്കൈ ക്യാബ്, സ്കൈ ബ്രിഡ്ജ്, സ്കൈ ഡോം, സ്കൈ റെക്സ്, അതുപോലെ തന്നെ 3D ആർട്ട് ലങ്കാവി, ഇതൊക്കെയാണ് നമ്മൾ ഇവിടുന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ഈ റൗണ്ടായിട്ട് കാണുന്ന ഈ സെമി റൗണ്ട് സാധനമാണ് കേട്ടോ സ്കൈ ഡോം.
അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ സ്കൈ ക്യാബിൽ ഓരോരോ സ്റ്റേഷൻസിലായിട്ട് 3 സ്റ്റേഷൻസ് ആണുള്ളത് ടോട്ടൽ. അപ്പോൾ ടോപ്പസ്റ്റ് സ്റ്റേഷനിലാണ് നമ്മുടെ 3ാമത്തെ സ്റ്റേഷനിലായിരിക്കും നമ്മുടെ സ്കൈ ബ്രിഡ്ജ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേഷനിലോട്ട് ഇനിയിപ്പം ട്രാവൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് സ്റ്റേഷനിലാട്ടോ. അതിൻ്റെ വ്യൂസും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. കാരണം ഈ ഒരു സ്കൈ ക്യാബ് തന്നെയാണ് ഈ ലങ്കാവിയിലെ ഏറ്റവും കാണണം മസ്റ്റ് സീ പ്ലേസസ് എന്ന് പറഞ്ഞാൽ മസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് ഈ ഒരു സ്കൈ ക്യാബ് തന്നെയാണ് കേട്ടോ. കാരണം നമ്മൾ അവിടെ പോയ മലേഷ്യയിലുള്ള സമയത്ത് നമ്മുടെ മലേഷ്യയിലെ ഗൈഡ് നമ്മളോട് പറഞ്ഞ കാര്യമാണിത്. നിങ്ങൾ എന്തായാലും സ്കൈ ക്യാബ് ലങ്കാവിയിൽ മിസ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് മലേഷ്യയിൽ നിന്നും നമ്മൾ സ്കൈ ക്യാബ് പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിനേക്കാൾ എത്രയോ ഹൈറ്റിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു സ്കൈ ക്യാബ് ഉള്ളത്. ഹൈറ്റ്സ് പേടിയുള്ളവരാണെങ്കിൽ പോലും നിങ്ങൾ ഒരിക്കലും സ്കൈ ക്യാബ് ലങ്കാവിയിലെ മിസ് ചെയ്യരുതെന്ന് അവിടെ മലേഷ്യയിലുള്ള ടൈമിൽ ആ ഗൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ശരിക്കും ഒരു എന്താ പറയുക, മലേഷ്യയിലെ സ്കൈ ക്യാബുമായിട്ട് കമ്പയർ പോലും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇതാണ് ബെസ്റ്റ് വൺ. അപ്പോൾ നമുക്കിനി കുറച്ച് വിഷ്വൽസൊക്കെ കണ്ടു നോക്കാം. നമ്മൾ താഴെ കാണുന്നത് ഫുള്ള് ഫോറസ്റ്റ് ആണ് കേട്ടോ. ഇതിപ്പം ചെറിയൊരു ഹൈറ്റിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ 3ാമത്തെ ഞാൻ പറഞ്ഞല്ലോ 3 ഒരു സ്റ്റേഷൻസ് ഉണ്ടാവും. അങ്ങനെ 3rd സ്റ്റേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സ്കൈ ബ്രിഡ്ജിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മൾ അങ്ങ് സൂപ്പർ ഹൈയിലായിരിക്കും ഉണ്ടാവുക. ഹൈറ്റ്സ് പേടിയുള്ളവർ വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ബട്ട് ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ പേടിക്കാൻ മാത്രമൊന്നുമില്ല. ആ ക്യാബിൽ ഇരുന്ന് കഴിഞ്ഞിട്ടാകുമ്പോൾ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫസ്റ്റ് സ്റ്റേഷനിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഹാർട്ട് ഷേപ്പ് മോഡൽ കാണാം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ക്യൂ ആണ് കേട്ടോ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ തന്നെ ഒരു 30-35 മിനിറ്റ്സ് പോവും. പിന്നീട് നമ്മളിതാ വീണ്ടും ട്രാവൽ ചെയ്യുകയാണ് ചെയ്യുന്നത്, അതായത് സെക്കൻഡ് സ്റ്റേഷനിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി ആ സെക്കൻഡ് സ്റ്റേഷനിലേക്ക് പോകുന്ന കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഓരോ സ്റ്റേഷനിലും നമ്മൾ ബേസിക് ആയിട്ടുള്ള വാട്ടർ, അതുപോലെ തന്നെ സ്നാക്സ്, പോപ്കോൺ, അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. വേണ്ടവർക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാം ഓരോ സ്റ്റേഷനിലെത്തുമ്പോൾ. അപ്പം നമ്മൾ പോകാൻ പോകുന്നത് ഇപ്പം സെക്കൻഡ് സ്റ്റേഷനാണ്. സെക്കൻഡ് സ്റ്റേഷനിലും അതുപോലെ തന്നെ അവിടെ നിന്നുള്ള വ്യൂ തന്നെയാണ് കേട്ടോ ബ്യൂട്ടിഫുൾ. ഓരോ സ്റ്റേഷനിലെത്തുമ്പോഴും നമുക്ക് ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ് കണ്ടോ. ഇത് നമ്മുടെ നോർമലായിട്ട് എനിക്കൊന്ന് പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതായത്
ലോക്കും കീയും വാങ്ങിയിട്ട് ഇതുപോലെ എന്ത് ചെയ്യുക, ഇതുപോലെ ഹാങ് ചെയ്ത് കൊടുക്കുക. ആ ഒരു വ്യൂ ആണ് കേട്ടോ. സെക്കൻഡ് സ്കൈ ക്യാബിൽ നിങ്ങൾ സെക്കൻഡ് എത്തിക്കഴിഞ്ഞിട്ടാൽ അത് ഈ ഒരു വ്യൂ ആണ് മെയിനായിട്ട് കാണാൻ പറ്റുക. എത്തുമ്പോഴും ശരിക്കും അവിടുത്തെ വ്യൂ ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. കണ്ടോ, ഇപ്പം ഞാൻ ഈ കാണിക്കുന്നതൊക്കെ ഓരോ സ്റ്റേഷനിൽ എത്തുമ്പോഴുള്ള വ്യൂ ആണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. അതാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നതും. ഈ ഒരു സ്കൈ ക്യാബിൽ ട്രാവൽ ചെയ്യുന്നതിൻ്റെ മെയിൻ ഹൈലൈറ്റ് അത് തന്നെയാണ്, ഈ വ്യൂ ഇങ്ങനെ കാണാൻ. അങ്ങനെ ഇപ്പം ഞാൻ കാണിച്ചു തരാൻ പോകുന്നതാണ് കേട്ടോ സ്കൈ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പം ഇനി നമ്മൾ ഫൈനലായിട്ട് പോകാൻ പോകുന്ന, അതായത് ലാസ്റ്റ് സ്റ്റേഷൻ എന്ന് പറയുന്നത് സ്കൈ ബ്രിഡ്ജാണിത്. ഇതാണ് ആ സ്കൈ ബ്രിഡ്ജ് കേട്ടോ. ഞാൻ സൂം ചെയ്തിട്ട് കാണിക്കാം. ഇതാണ് സ്കൈ ബ്രിഡ്ജ്. അപ്പം നമ്മൾ ഇനി നെക്സ്റ്റ് പോകാൻ പോകുന്നത് ഈ ഒരു സ്കൈ ബ്രിഡ്ജിലേക്കായിരിക്കും. പിന്നെ ഈ നമ്മളീ പോകുന്ന, ഞാൻ പറഞ്ഞ ലാസ്റ്റ് സ്കൈ ബ്രിഡ്ജിലേക്ക് പോകുമ്പം ഒരു ട്രെയിൻ പോലത്തെ ഒരു സെറ്റപ്പിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഒരു 10 ആൾക്കാർക്ക് 10 ആൾക്കാർക്ക് പോകാൻ പറ്റുന്ന ഒരു ട്രെയിൻ പോലത്തെ സെറ്റപ്പിലാണ് പോവുക. നടന്നിട്ട് പോകാനുള്ളൊരു ഓപ്ഷനും ഉണ്ട്. സ്റ്റെപ്സും അവിടെ അവൈലബിൾ ആണ്. ഇപ്പം നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു ട്രെയിൻ സെറ്റപ്പിലാണ്. ഒരു 10-12 ആൾക്കാരായിട്ടുള്ള ഒരു സെറ്റപ്പിലാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ഗ്ലാസ് സെറ്റപ്പാണ്. അവിടുന്ന് കാണുന്ന വ്യൂസാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്തി കേട്ടോ. സ്കൈ ബ്രിഡ്ജ് ഞാൻ ജസ്റ്റ് ഇനി കാണിക്കാം. സ്കൈ ബ്രിഡ്ജിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് സ്കൈ ബ്രിഡ്ജ്. ഇതാണ് ടോപ്പ് മോസ്റ്റ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഇവിടുന്നൊക്കെ ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. മെയിനായിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് ആ വ്യൂ തന്നെയാണ് ഇവിടുന്ന്. പിന്നെ നല്ല നല്ല അത്യാവശ്യം ഹൈ റേഞ്ച് തന്നെ ചൂട് തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ട്രെയിൻ കേട്ടോ. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇങ്ങനത്തെ ഒരു ട്രെയിൻ സെറ്റപ്പിലാണ് നമ്മൾ ഇവിടെ എത്തിയത്. ലോങ്ങസ്റ്റ് കർവ് ഹാങ്ങിങ് ബ്രിഡ്ജ് ഇൻ ദ വേൾഡ് ആണ് കേട്ടോ ഈ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്കൈ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഹിസ്റ്ററി ഒക്കെയാണ് കേട്ടോ ജസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത്. കൺസ്ട്രക്ഷൻ എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്തത്, അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം.
കവർ ചെയ്യുന്നത് സ്കൈ ഡോമാണ്. സ്കൈ ഡോം ഞാൻ നേരത്തെ ഇതിൻ്റെ ഒരു ഇമേജ് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് സംഭവം എനിക്ക് തോന്നുന്നു നാട്ടിലൊക്കെ ഉള്ള സെറ്റപ്പ് തന്നെയാണ്. ഇതുപോലത്തെ ഒരുപാട് ആൾക്കാർ ഇരുന്നിട്ട് നമ്മളിങ്ങനെ 3D ആയിട്ട് വിഷ്വൽ വീഡിയോ കാണുമല്ലോ, അപ്പം അത് ആ ഒരു സെറ്റപ്പ് തന്നെയാണ്. അപ്പം എന്തൊക്കെയാണ് ആ വീഡിയോ അവർ കാണിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെയാണ് കേട്ടോ കാണുക നമ്മൾ അവിടെ ഇരുന്നിട്ടാകുമ്പം. പിന്നെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളിപ്പം ഫാമിലി ആയിട്ടാണ് പോകുന്നതെങ്കിൽ കുട്ടികളെ അലൗഡ് ആണ് കേട്ടോ. 2 ഇയേഴ്സ് 3 ഇയേഴ്സ് അങ്ങനെയുള്ള കുട്ടികളെ അലൗഡ് ആണ്. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ, ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഇത് സ്റ്റാർട്ട് ചെയ്ത് 1 മിനിറ്റിനുള്ളിൽ തന്നെ അവർക്ക് പേടിയായിട്ട് ഇറങ്ങി പോകുന്നേ കണ്ടത്. എന്താ ഇവിടുത്തെ മെയിൻ തിങ് എന്ന് വെച്ചാൽ, നമ്മൾ പിന്നെ ഇതിനൊക്കെ ഒരുപാട് സമയം ക്യൂ നിൽക്കണം കേട്ടോ. അതായത് 1 അവർ, ചിലപ്പോൾ 1.5 അവേഴ്സ് അങ്ങനെ ബാച്ചായിട്ടാണ് ഇതിൻ്റെ അകത്ത് കയറി കാണിക്കാൻ പറ്റുക. അപ്പം ഈ ഒരു സ്കൈ ഡോമിൽ അത്യാവശ്യം കുറച്ച് ആൾക്കാരെ കയറും. നെക്സ്റ്റ് വരുന്ന സ്കൈറെക്സ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ അകത്ത് കുറച്ച് ആൾക്കാരെ അറ്റ് എ ടൈം പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പം കുട്ടികളെയും കൊണ്ട് പോവുകയാണെങ്കിൽ ഇത് അട്ടർ വേസ്റ്റായി പോകും. കാരണം അവർക്ക് എന്തായാലും പേടിയായിട്ട്, ഞാൻ കണ്ടത് അങ്ങനെയാണ്, ഒരുപാട് ആൾക്കാർ എഴുന്നേറ്റിട്ട് പോവുക ചെയ്തത് കുട്ടികൾക്ക് പേടിയായിട്ട്. അപ്പോൾ നിങ്ങൾ കുട്ടികളെയും കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സജഷൻ എന്ന് വെച്ചാൽ ഈ ഒരു സ്കൈ ഡോമും അതുപോലെ തന്നെ സ്കൈറെക്സ് എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നതും സ്കിപ്പ് ചെയ്യുക. അതിന് പകരം ഈ വീഡിയോ തന്നെ ലാസ്റ്റ് കാണിക്കുന്ന ഞാൻ ലങ്കാവിയിലെ 3D ആർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഗാലറി സംഭവമുണ്ട്. അപ്പം അവിടെ സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ല കുട്ടികളെയും കൊണ്ട്. അപ്പം നമ്മുടെ ആ ഒരു സ്കൈ ഡോമിലെ ഇവൻറ്റ് കഴിഞ്ഞു. ഇനി അടുത്തത് ഞാൻ പറഞ്ഞ സ്കൈറെക്സ് ആണ് കേട്ടോ. ഇതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന സ്കൈറെക്സ് ആണ്. ഇതുപോലെ 3D ഗ്ലാസ് ഒക്കെ നമ്മൾ വിയർ ചെയ്യണം. ഈ സ്കൈറെക്സ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ചെറിയൊരു വണ്ടിയിൽ ഇരുന്നിട്ടുള്ള ഒരു സംഭവം. അതാണ് ഞാൻ പറഞ്ഞ കുറച്ച് ആൾക്കാരെ പറ്റും. പക്ഷേ ഇതിൻ്റെ ക്യൂ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 1.5 മണിക്കൂർ നമ്മൾ ക്യൂ നിന്നിട്ടാണ് ഇതിന് കയറിയത്. അപ്പോൾ ശരിക്കും ഒരുപാട് ടൈം വേസ്റ്റ് ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് അല്ലെങ്കിൽ 3 മിനിറ്റ്സ് മാത്രമേ ഇതിൻ്റെ അകത്തുള്ള വിഷ്വൽസ് ഉള്ളൂ കേട്ടോ. ജസ്റ്റ് 3 മിനിറ്റ്സ്. ഇവിടെ നമുക്ക് ഡൈനോസറിൻ്റെ എന്താ പറയുക, ആ ഒരു 3D വിഷ്വൽ കാണിക്കുന്ന ഫുൾ ഡൈനോസറിൻ്റെ ആയിരിക്കും കേട്ടോ. കാരണം ആ ഡൈനോസറിൻ്റെ ഫൈറ്റും, അപ്പോൾ അവർ ഈ വണ്ടിയൊക്കെ എടുത്തെറിയുമ്പം ശരിക്കും നമ്മൾ വണ്ടി എടുത്തെറിയുന്ന പോലത്തെ ഒരു ഫീല്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ നാട്ടിലുള്ളത് തന്നെയാണ്. ബട്ട് നാട്ടിലെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് ശരിക്കും ഭയങ്കര അതിനേക്കാളും ഇത്രയും ഹൈ ലെവലായിട്ടുള്ള സംഭവമാണ് കേട്ടോ. അത് എനിക്ക് തോന്നുന്നു കുട്ടികളെയും കൊണ്ട് ഇവിടെ കുട്ടികളെ അലൗഡ് അല്ല കേട്ടോ. 2 to 3 ഇയേഴ്സ് ആ റേഞ്ചിലുള്ള കുട്ടികളൊന്നും അലൗഡ് അല്ല. 3 ഇയേഴ്സോ 5 ഇയേഴ്സ് എബോവ് ഉള്ള കുട്ടികളെ മാത്രമേ അലൗ ചെയ്യുന്നുള്ളൂ അവർ. പക്ഷേ ഇത് ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് അല്ലെങ്കിൽ 3 മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ. എനിക്ക് പേഴ്സണലി തോന്നിയത് ഇത് സ്കിപ്പ് ചെയ്യായിരുന്നു എന്നാണ്. ബിക്കോസ് ലങ്കാവി ആർട്ട് ഗാലറി ഉണ്ട് നെക്സ്റ്റ്, അതാണ് ശരിക്കും ബെസ്റ്റ് വൺ 3D ആർട്ടിൻ്റെ. അത് ഞാൻ കാണിക്കും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെയാണ് വീഡിയോ കവർ ചെയ്യുന്നത് കേട്ടോ. കാരണം ഈ 3D ആർട്ട് നെക്സ്റ്റ് ഈ നമ്മളിനി കവർ ചെയ്യുന്ന 3D ആർട്ട് ലങ്കാവിയാണ്. ഇതാണ് ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു 1 അവർ 1.5 അവേഴ്സ് മതിയാവില്ല, 2 അവേഴ്സ് നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ബിക്കോസ് നിങ്ങൾ ഇവിടുത്തെ ഫുൾ ഓരോ പിക്ചേഴ്സിൻ്റെയും മുന്നിലിരുന്ന് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം 2 അവേഴ്സിന് മുകളിൽ ടൈം എടുക്കേണ്ടി വരും. കാരണം ഒരുപാട് ഫാമിലിയൊക്കെ ആയിട്ട് പോകുന്നതാണെങ്കിൽ എല്ലാവർക്കും എടുക്കേണ്ടിക്കില്ല. ഇതൊക്കെയാണ് അവിടെ ഉള്ളിൽ കാണുന്ന വിഷ്വൽസ് കേട്ടോ. കാരണം ഒരുപാട് ഇവിടെ കാണാനുണ്ട്. ഓരോ സ്ഥലത്ത് നിന്നിട്ടും നമുക്ക് ഫോട്ടോസ് എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ കുറേ സമയം എടുക്കുന്നു. പക്ഷേ ഇത് നമ്മുടെ നാട്ടിലുണ്ടോ ചോദിച്ചാൽ ശരിയാണ്. നാട്ടിലും നമുക്ക് പല ഫെയറിനൊക്കെ വന്നിട്ടാകുമ്പം മീൻസ് ഇതുപോലത്തെ സെറ്റപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ വിഷ്വൽസ് നമുക്ക് കുറച്ച് കാണാം.
ഫോട്ടോസ് ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് ഇതുപോലെ ബോട്ടിലിൻ്റെ അകത്ത് നിന്നിട്ട് ഇങ്ങനത്തെ ഒരു സെറ്റപ്പാണ് അവിടെ ഫുള്ളുള്ളത്. അപ്പോൾ ലാസ്റ്റ് ഡേ നമ്മൾ കവർ ചെയ്തത് ഈ ഒരു ലങ്കാവി ഈഗിൾ സ്ക്വയറാണ്. ലങ്കാവിയിൽ എന്താ പറയുക, അവരുടെ ബേർഡ് എന്ന് പറയുന്നത് ഈഗിളാണ്. അപ്പോൾ നിങ്ങൾ എവിടെ പോയാലും ലങ്കാവിയിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും കാണാം ആ ഒരു ഈഗിളുടെ ആയിരിക്കും. ഹാൻഡ് ബാഗ് ആണെങ്കിലും കീ ചെയിൻസ് ആണെങ്കിലും എല്ലാം ഈ ഒരു ഈഗിൾ ആണ് ഉണ്ടാവുക. അത് എന്താ വെച്ചാൽ അവരുടെ ആ ബേർഡ് എന്ന് പറയുന്നത് ഈഗിളാണ്. അതുകൊണ്ട് ഈ ഒരു സ്ഥലം എന്തായാലും മിസ് ചെയ്യരുത് കേട്ടോ. പിന്നെ ഇത് ഒരു ബീച്ചാണ് അവിടെ ഒരുപാട് ബീച്ചസ് ഉണ്ട്. നമ്മൾ കുറേ ബീച്ചസ് സ്കിപ്പ് ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. നമ്മൾ ഒരു ഡേ ഫുൾ ബീച്ചായിട്ടുള്ളൊരു ഡേ ഉണ്ടായിരുന്നു, അത് നമ്മൾ ശരിക്കും സ്കിപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അതിന് പകരമായിട്ടാണ് നമ്മൾ എന്താ പറയുക ഒരു ഫുൾ ഡേ മറ്റേ സ്കൈ ക്യാബ് അവിടെ സ്പെൻഡ് ചെയ്യുക ചെയ്തത്. അങ്ങനെ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസസൊക്കെ അപ്പോൾ ഞാൻ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.